ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതേ നല്ലൊരു മട്ടൻ കറി വറുത്തരച്ചത് കേട്ടോ. അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് വേണ്ടത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് 1/2 കിലോ മട്ടൻ ഞാൻ കഴുകി വെള്ളമൊക്കെ വാർത്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ 1.5 മീഡിയം സൈസ് സവാള ചെറുതായി കട്ടാക്കി വെച്ചിട്ടുണ്ട്. മീഡിയം സൈസ് കിഴങ്ങ് ഈ വലുപ്പത്തിൽ ഞാൻ കട്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അത് ക്രഷ് ചെയ്തതാണ്. പിന്നെ കറിവേപ്പില ഉണ്ട്. പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടിയും 2.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി നമുക്ക് ഒന്ന് പാൻ വെച്ചിട്ട് അതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് തീ കുറച്ച് സിമ്മാക്കി വെച്ചിട്ട് അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് മാറുന്ന വരെ ഒന്ന് അടിയിൽ കരിഞ്ഞ് പിടിക്കാതെ നമ്മളൊന്ന് വറുത്തെടുക്കണം കേട്ടോ. നമ്മുടെ മല്ലിപ്പൊടിയുടെ മുളക് പൊടിയൊക്കെ പച്ച മണം മാറിയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഗ്യാസിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇതാ ഞാൻ കുക്കർ വെച്ചിട്ടുണ്ട്. ചൂടായി വന്നപ്പോഴത്തേക്കും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ കട്ടാക്കി വെച്ചിട്ടുള്ള സവാളയല്ലേ അത് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇതൊന്ന് പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി 5 വലിയ വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചിയും 2 പച്ചമുളകാണ് കേട്ടോ. പിന്നെ ഇതാ നമ്മുടെ കിഴങ്ങില്ലേ അതും കൂട്ടി ചേർത്ത് ഒരു 2 മിനിറ്റോളം ഇത് മൊത്തത്തിലൊന്ന് വഴറ്റി കൊടുക്കണം. അതിൻ്റെ പച്ചമണം മാറണം, കിഴങ്ങൊക്കെ ഒന്ന് വാടി കിട്ടണം കേട്ടോ. ഒരു ഭാഗത്തോളം കിഴങ്ങ് ഇതിൽ കിടന്ന് വെന്ത് വരും. അതാണ് അതിൻ്റെ ഒരു പരുവെന്ന് പറഞ്ഞാൽ കേട്ടോ. അപ്പോൾ സവാള എല്ലാം കൂടി അത്യാവശ്യം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. പിന്നെ പെരിഞ്ചീരകവും കുരുമുളകും കൂടി പൊടിച്ചതാണ്, അത് 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റോളം തിരിച്ചു മറിച്ചൊക്കെ ഇട്ടൊന്ന് ഇളക്കി കൊടുത്ത് അത് മൊത്തത്തിലൊന്ന് വാടി കിഴങ്ങൊക്കെ ഒന്ന് ഒരു പാകത്തിന് വേവായി വരുമ്പോഴത്തേക്കും നമ്മുടെ മട്ടണില്ലേ അത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും നമ്മളിത് മൊത്തത്തിൽ എല്ലാം കൂട്ടി ചേർത്ത് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കണം കേട്ടോ. അത് ഒരു 2-3 മിനിറ്റോളം വഴറ്റി കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ മട്ടൻ്റെ ഉള്ളിലുള്ള ആ ഒരു ജ്യൂസി ആ നെയ്യൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ഇറങ്ങി വരും. നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ല ഒരു മണവും നല്ല ഈ കറിക്കൊരു പ്രത്യേക ടേസ്റ്റും കിട്ടും. കിഴങ്ങും അതിൻ്റെ കൂടെ കിടന്ന് വഴന്ന് വേവും ചെയ്യും. അപ്പോൾ ദാ കണ്ടില്ലേ, ഇതുപോലെ 2 മിനിറ്റ് ഇളക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ദാ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം കേട്ടോ. തീ കൂട്ടിയും കുറച്ചൊക്കെ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. ഇനി നമുക്കിതിൽ വെച്ചിട്ടുള്ള നമ്മുടെ ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടുള്ള മുളക് പൊടിയില്ലേ, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല ചേർത്ത് അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതാ വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമ്മളിതാ ഒരു മിനിറ്റോളം ഇതൊന്ന് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിക്കരുത്. അതൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നമുക്കെല്ലാ ഗ്രേവി മട്ടൻ്റെയൊക്കെ ആ ജ്യൂസി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇറങ്ങി വരുമ്പോഴത്തേക്ക് പ്രത്യേക ഒരു മണവും പ്രത്യേക ഒരു ടേസ്റ്റും ആയിരിക്കും കേട്ടോ ഈ കറിക്ക്. ഞാനിത് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കണം. പച്ചവെള്ളം ഈ ചൂടായി കിടക്കണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. അത് വാടിപ്പോവും കേട്ടോ. അപ്പോൾ അത് വേവിനൊക്കെ പ്രശ്നങ്ങൾ വരും. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും എന്ത് കറി ഉണ്ടാക്കുമ്പോഴും ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ചൂടുവെള്ളമാണ് കേട്ടോ, തിളച്ച വെള്ളമാണ് ഒഴിച്ചെടുക്കുക. അതിതാ വീണ്ടും മിക്സ് ചെയ്ത് അതിനാവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഇളക്കി കൊടുക്കുക. അതിൻ്റെ ആ ഒരു പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് അതിൻ്റെ കൺസിസ്റ്റൻസിയൊക്കെ നോക്കിയിട്ട് എനിക്ക് ഇറച്ചിയുടെ മസാലയുടെ മൊത്തം മുകളിൽ നിൽക്കുന്ന രീതിയിൽ ഞാൻ വെള്ളമൊക്കെ കറക്റ്റാക്കി ഞാൻ കുക്കർ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 4 വിസിൽ വരുന്നവരെ നമുക്ക് വേവിക്കാം. ഞാനൊരു പാന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പിൻ്റെ താഴെ ഉള്ളൂ കേട്ടോ തേങ്ങ. അത് നമ്മൾ നന്നായിട്ട് വറക്കുമല്ല, ചുവക്കെ വറക്കുമല്ല, ഒരു വെളുത്തൊക്കെ ഒരു പകുതി ഒരു വറവായിട്ട് വരണം കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോട്ടെ, ഒന്ന് വാടി വരട്ടെ. അതിലേക്ക് കറിവേപ്പില ഒന്ന് വാടി വരുമ്പോഴത്തേക്ക് അതുപോലെ കറിവേപ്പില ചേർത്ത് കൊടുക്കുക. വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തു കഴിയുമ്പോഴത്തേനും അതിൻ്റെ വെള്ളത്തിൻ്റെ ആ ഒരു ഇതൊക്കെ ഒന്ന് ഡ്രൈ ആയി കിട്ടും കേട്ടോ. അതിലേക്ക് ഞാൻ ഒരു ചെറിയ കഷ്ണം സവാളയുടെ കഷ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇതിൽ കാണാൻ പറ്റും. നമ്മൾ നന്നായിട്ട് മുരിയല്ല, ഒരു ഇതുപോലെ ചെറിയൊരു കളർ മാറി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കുറച്ച് മസാല ചേർത്ത് കൊടുക്കാം. ഒരു ഏലക്ക, ഒരു 4 കരയാമ്പൂ, ഒരു കറുകപ്പട്ട, പിന്നെ 1/2 സ്പൂൺ പെരിഞ്ചീരകം. ഇതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് സോട്ട് ചെയ്യുക, ഒന്ന് ഇളക്കി കൊടുക്കുക. 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് മൊത്തത്തിലൊന്ന് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ. അത് ഒരു മിനിറ്റോളൊന്ന് മൊത്തത്തിലൊന്ന് ഇളക്കിയിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അത് തണുത്ത് വരുമ്പോൾ മിക്സിയുടെ ഗ്രൈൻഡറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ഇതപ്പം നമ്മുടെ കുക്കർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല വെന്ത് നല്ല പാകത്തിനായി വന്നിട്ടുണ്ട് കേട്ടോ. നോക്കട്ടെ, കണ്ടില്ലേ, ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ അല്ലേ, അത് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. നമുക്ക് ആവശ്യത്തിനുള്ള ഒരു കൺസിസ്റ്റൻസി ഇല്ലേ, അതിനനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം, പച്ചവെള്ളം ഒഴിക്കരുത്, ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക. ഞാൻ കുറച്ചും കൂടി ഒന്ന് ഒരു 1/4 കപ്പോളം ഉള്ള ഒരു ചൂടുവെള്ളം ഞാൻ ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ തിളച്ച് കഴിയുമ്പോൾ ഒന്ന് പറ്റി പോകുമ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഉപ്പൊക്കെ നോക്കുക, എല്ലാം കറക്റ്റായിരുന്നു. പാൻ വെച്ചിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അത് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് സവാളയും കരിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അതൊന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വന്നിട്ടുണ്ട്. നന്നായി മൂത്തതിന് ശേഷം നമുക്ക് നമ്മൾ മട്ടൻ കറിയിലേക്ക് അത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് പാകത്തിനുള്ള ഒരു കുറുകലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കത് ഏത് കൺസിസ്റ്റൻസി വേണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് പാകമാക്കി എടുക്കുക. നമുക്ക് ഉപ്പൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ട് എനിക്കിതാ കറക്റ്റ് ഉപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇനി നമ്മൾ സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ കൂട്ടുകാർ ഇത് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫാമിലിക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാം അത് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ മാസ്സലാമ.